മെയിനായിട്ട് നമ്മൾ CPO WCPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സ്റ്റിൽ ടെൻത്ത് ബേസിസിലും 12th ബേസിസിലും ഉള്ള എല്ലാ എക്സാംസിൽ നിന്നും PSC ഇതുവരെ മെയിനായിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഹൈ പ്രോബബിലിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഇതിന്റെ ആൻസർ നമുക്കറിയാം 356 പ്രകാരമാണ്. അപ്പൊ ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. രാഷ്ട്രപതി ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് എമർജൻസി ആണ്. ഓക്കെ, ഈ എമർജൻസി എന്നുള്ള പ്രൊവിഷൻ, അതായത് ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് കടമെടുത്തിട്ടുള്ള ഭരണഘടനയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻ കടമെടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് ജർമ്മനിയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ ഇനി നാഷണൽ എമർജൻസി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ വരുന്നത് 352 ആണ്, അത് മറക്കരുത്. പിന്നെയുള്ളത് എന്താ പറയാ, ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 360 പ്രകാരമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഈ 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 14 അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രാമത്തെ ഭാഗത്താണ് ഭരണഘടനയുടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? 3ാമത്തെ ഭാഗത്താണ് ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏത് ഭരണഘടനയിൽ നിന്നാണ് ഈ തുല്യതയ്ക്കുള്ള അവകാശം കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നാണ്, UK ഗവൺമെന്റിൽ നിന്നാണ്. WCPO 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ഇത്രയും പോയിന്റ്സ് ഇവിടെ കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു ഭാഗങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ PSC ചോദിക്കുമ്പോൾ DPSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും മിക്സ്ഡപ്പ് ആവാതെ ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3ഉം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി DPSP എന്ന് പറയുന്നത് പാർട്ട് 4ഉം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് പാർട്ട് 4A ആണെന്നുള്ള കാര്യം ഓർഡർ തെറ്റാണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 4ലാണ് 36 മുതൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഈ ഒരു DPSP മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി DPSPയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? DPSP എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഏത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ബോറോ ചെയ്തിട്ടുള്ളത്? ഏത് രാജ്യത്തിൽ നിന്നാണ്? അതെ, അയർലൻഡിൽ നിന്നാണ് അല്ലെ? അയർലൻഡിൽ നിന്നാണ് ഈ ഭരണഘടന DPSP ഭരണഘടന എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. ഇനി DPSP ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലെ ജസ്റ്റിഷ്യബിൾ ആണോ? അല്ല, ജസ്റ്റിഷ്യബിൾ അല്ല. നമുക്ക് കോടതിയിൽ പോയിട്ട് DPSPനെ എന്തെങ്കിലും നമുക്ക് എന്താ പറയാ, അത് ആരെങ്കിലും ഹനിക്കുകയാണ്, ആ നിയമത്തിൽ ആരെങ്കിലും ഹനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കോടതിയിൽ പോയിട്ട് നമുക്കത് നേരിട്ട് കേസ് കൊടുത്തൊന്നും ചെയ്യാനായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പോലെ. അപ്പൊ ഈ രണ്ട് 3 കാര്യങ്ങൾ നോക്കുക. പിന്നെ DPSPന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക? യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന കാര്യം ഏത് ആർട്ടിക്കിളിലാണ് DPSPയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 44ലാണ് യൂണിഫോം സിവിൽ കോഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് ഇവിടെ കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഇതും PSC എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. LGS മെയിൻസ് ചോദിച്ചിട്ടുള്ളത് പോലെ പോലീസ് കോൺസ്റ്റബിളിന്റെ മെയിൻസ് എക്സാംസിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ മെയിൻസും പ്രിലിംസും ഒരുമിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കോർട്ടിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഈ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഇനി സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ അധികാരം കൂടുതലുള്ളത്?
എല്ലാവരും എഴുതും സുപ്രീം കോടതിയാണെന്ന്. അത് തെറ്റാണ്. സുപ്രീം കോടതിനേക്കാളും കൂടുതൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ്. കാരണം സുപ്രീം കോടതിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാത്രമാണ് എന്ത് പറയുന്ന ഈ ഒരു റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട്, ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെൻ ഇറ്റ് കംസ് ടു ഹൈക്കോർട്ട്, നോർമൽ ലീഗൽ മാറ്റേഴ്സിന് നമുക്ക് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. സോ